എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എളമക്കരയിലുള്ള VBV ആൻഡ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിലാണ്. ഇത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമാണ്. ഇതിന്റെ ഫൗണ്ടറും പാർട്ണറുമായിട്ടുള്ള മിസ്റ്റർ വർഗീസ് ജോസിനെ കണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഫേം തുടങ്ങാനുള്ള സാഹചര്യമെന്നും ഈ ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിൽ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും നമുക്ക് അദ്ദേഹത്തെ കണ്ട് കൂടുതൽ മനസ്സിലാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുഖങ്ങൾക്കപ്പുറം അടുത്തൊരു എപ്പിസോഡിലേക്ക് വെൽക്കം ടു ഓൾ. താങ്ക് യു. മോർണിംഗ് വർഗീസ്. മോർണിംഗ്. വെൽക്കം. താങ്ക് യു. എവിടെയാ വർഗീസ് സ്ഥലം? സ്വദേശം എവിടെയാ? സ്വദേശം എല്ലാം ഈ തൃപ്പൂണിത്തുറയാണ് എന്റെ സ്ഥലം, ഒറിജിനൽ സ്ഥലം. പക്ഷെ മാമംഗലം എടപ്പള്ളി കേട്ട് തന്നെയാണ്. കൊച്ചി ടൗണിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് ടൗണിൽ തന്നെയാണ്. പഠിച്ചതും എല്ലാം കൊച്ചി തന്നെയാണ്. എളമക്കര ഭവൻസ്, സെന്റ് ആൽബർട്ട്സ് കോളേജ്, പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് CA പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോ എപ്പോഴാണ് CA കിട്ടുന്നത്? 2006 ഞാൻ CA ക്വാളിഫൈ ചെയ്യണത്. 24-25 വയസ്സിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റി. അതിന്റെ ഇടയിൽ MCOM പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പ്രൈവറ്റ് ആയിട്ട് ചെയ്തു. അതും ഇവിടെ തന്നെ ലോക്കലായിട്ട് എറണാകുളത്ത് തന്നെ ചുറ്റിപ്പറ്റി. വർക്കിംഗ് എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു? ഞാൻ ഒരു കമ്പനിയിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ ആക്ച്വലി. അതും നമ്മുടെ ഈ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പാഷൻ പ്രാക്ടീസിനോട് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം കഴിഞ്ഞ് വീണ്ടും 1 കൊല്ലം കൂടെ ഞാൻ എക്സ്ട്രാ ആ ഫേമിൽ തന്നെ കണ്ടിന്യൂ ചെയ്തായിരുന്നു. പ്രാക്ടീസിനോടുള്ള ഒരു ചെറിയൊരു ആവേശമുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ ആദ്യം ഒരു സുരക്ഷിതത്വം വേണമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ജോലി കയറിയിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഇപ്പോൾ ഡെഫിനറ്റ്ലി ഇതിലോട്ട് തന്നെ എത്തണം എന്നുള്ള ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു. സോ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്കൊരു ജർമ്മൻ ഫ്രൈറ്റ് ഫോർഡിംഗ് കമ്പനിയില് മിഡിൽ ഈസ്റ്റില് ദുബായിലാണ് സ്റ്റേഷൻ ചെയ്തത്. കുറെ ഫിനാൻസ് ഹെഡ് ആയിട്ട്. അത് ഖത്തർ, സൗദിയും ദുബായും കൂടെ ഇൻചാർജ് നോക്കിക്കൊണ്ട് ഫിനാൻസിന്റെ തലപ്പത്തിരിക്കാൻ പറ്റി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എത്ര വർഷത്തോളം ഉണ്ടായിരുന്നു? ഞാൻ അവിടെ 4 വർഷം നിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ കമ്പനിയുടെ തന്നെ ഇന്ത്യയുടെ ഓപ്പറേഷൻസ് അവിടെ കൂടുമായിരുന്നു. അപ്പൊ നമ്മളത് പിന്നെ ബോംബെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസ്. പക്ഷെ അപ്പോ അവര് കൂടുതലും കൊച്ചിയിൽ പെട്രോനെറ്റിന്റെ ഒക്കെ ഒരു വലിയ പ്രോജക്ട് വല്ലാർപാടത്ത് ചെയ്തു. അതൊരു പ്രോജക്ട് കാർഗോ ആയിരുന്നു കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ബോംബെ, പൂനെ, ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി അങ്ങനെ എല്ലാ ബ്രാഞ്ചസും ഇട്ടു. അങ്ങനെ ഇട്ടപ്പോഴത്തേനും ഇവിടെ ആവശ്യം റിക്വയർമെന്റ് കൂടി. അപ്പോ 4 വർഷം അവിടെയും 6 വർഷം ഇവിടെയായിട്ട് ഇതേ ഒരു കമ്പനിയുടെ തന്നെ 10 വർഷത്തോളം ഒരു കമ്പനിയിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് അത്രയും ഫ്രീഡത്തോടു കൂടി തന്നെ അവിടുത്തെ ഫിനാൻസ് ഹെഡും ഇവിടുത്തെ ഫിനാൻസ് ഹെഡുമായിട്ടും വർക്ക് ചെയ്ത് അങ്ങനെ സംതൃപ്തി അടങ്ങും എന്ന് പറഞ്ഞ പോലെ തീർത്തു. അതിനുശേഷമാണ് നമ്മള് അതിന്റെ ഇടയിലാണ് ആക്ച്വലി 2012 VBV അസോസിയേറ്റ്സ് ഫോം ചെയ്യുന്നത്. പ്യൂർലി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമായിട്ട് ഞങ്ങൾ 2 പാർട്ട്നേഴ്സാണ് അന്ന് ഫൗണ്ടർ പാർട്ട്നേഴ്സ് ഉള്ളത്. വിപിൻ എന്ന് പറഞ്ഞ പാർട്ട്ണറാണ് രണ്ടാമത്തെ ഉള്ള ആള്. പുള്ളി ഞാനും 4ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് തുടങ്ങി കളിക്കൂട്ടുകാരൻ തന്നെ വേണ്ടി പറയാം. പുള്ളി ടെലികോം സൈഡിലായിരുന്നു കൂടുതലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് മുഴുവൻ. അത് കഴിഞ്ഞിട്ട് ഹി വാസ് ഓൾസോ ഫെഡ് അപ്പ്. ഭയങ്കരമായിട്ട് ഹെക്ടിക് ആയിട്ടുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുള്ളിയും ഇത്തിരി ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്ന സമയമാണ്. സോ ഞാൻ ഒന്ന് കൈകോർത്ത് ലെറ്റ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ തുടങ്ങുന്നുണ്ട്. എനിക്കറിയാം ഇപ്പോ VBV ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിയിലെ തന്നെ വൺ ആൻഡ് ദ ബെസ്റ്റ് എന്താ ചാർട്ടേഡ് അക്കൗണ്ട് ഫേമാണ്. ഒത്തിരി നല്ല വരുന്നുണ്ട്. ദൈവാനുഗ്രഹിച്ച് തെറ്റില്ലാണ്ട് വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് നമ്മളൊരു 4 to 5 months മുമ്പ് പൂനെയിൽ ഒരു ബ്രാഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ 2 പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പൊ ബോംബെയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, പൂനെയില്. പക്ഷെ ബ്രാഞ്ച് പൂനെയിലാണ്. പൂനെയിൽ ഒരു പാർട്ട്ണർ, ബോംബെയിലും ക്ലയൻസ് ഉണ്ട്. ബോംബെയില് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് പിടിച്ചു വരുന്നു. അപ്പൊ മൊത്തം ഇപ്പൊ 4 പാർട്ട്നേഴ്സ് ആണ്. ആൻഡ് സൂൺ ടു ലോഞ്ച് ഇൻ ചെന്നൈ ആസ് വെൽ. അപ്പൊ അത് ടോക്സിലാണ്. പതുക്കെ ഇന്ത്യ മുഴുവനും വ്യാപിക്കട്ടെ അല്ലേ, പ്രാർത്ഥിക്കുന്നു. ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇവര് എല്ലാവരും സാധാരണ എനിക്ക് തോന്നുന്നു ഒരു നല്ല ശതമാനം ആൾക്കാർ അങ്ങനെ തന്നെയാണ്. അവരുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓഗസ്റ്റ് ആവുമ്പോ പേഴ്സണൽ ITR ഫയൽ ചെയ്യും. പിന്നെ സെപ്റ്റംബറിലും ഒക്ടോബർ 30 ആവുമ്പോഴേക്കും ഓർഗനൈസേഷന്റെ ഏതാണ് പ്രിപ്പറേഷൻ ടൈപ്പ് അനുസരിച്ചിട്ട് അതിന്റെ അനുസരിച്ച് അത് ചെയ്യണം. അത് നമ്മൾ എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് അതെല്ലാം കൂടി നിങ്ങൾ ഏൽപ്പിക്കുന്നു. നിങ്ങളോട് പറയുന്നു ഇത് മാക്സിമം ഒക്കെ ഒന്ന് റെഡിയാക്കി ഫയൽ ചെയ്യുന്നു പറയും. നിങ്ങൾ കുറെ കൊറീസ് അയക്കും, അവര് കുറെ കൊറീസ് തരും. അവസാനം ഇതിനെ കുറെ ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്യാത്ത എല്ലാം കൂടി നിങ്ങൾ ചാർട്ടർ അക്കൗണ്ടന്റ് രീതിയിൽ ചെയ്ത് സാധനം അങ്ങ് ഫയൽ ചെയ്യും. ഉള്ള ടാക്സ് എത്ര ചടയ്ക്കും. പക്ഷേ
എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിലുണ്ടല്ലോ, ഇപ്പൊ ഞാനും ഏകദേശം 30 വർഷമായി ബിസിനസ് ചെയ്യുന്നു. കേരളത്തിന്റെ ഇപ്പൊ സാഹചര്യം, ഈ ഓവറോൾ ഇന്ത്യ എനിക്ക് അറിയില്ല എങ്ങനെയാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മാനുഫാക്ചറിങ് സെക്ടേഴ്സ് കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറഞ്ഞ ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ. കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കൂടുതൽ. ഇപ്പൊ ട്രേഡിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സർവീസിലായിരിക്കും പലരുടെ ഇൻകം വരുന്നത്. നമ്മള് ഈ ഒരു കാര്യത്തിൽ നിന്ന്, അതായത് ആവശ്യം വരുമ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നിട്ട് ഒരു പോകുന്ന ഓർഗനൈസേഷൻ, എത്ര വർഷമായിട്ടുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഇവര് പലപ്പോഴും ഒരു പ്രോപ്പർ ബഡ്ജറ്റിംഗ് ഇല്ലാതെയാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് തന്നെ, സെൻട്രൽ ഗവൺമെന്റ് കൊണ്ട് ഈവൻ സ്റ്റേറ്റ് ഗവൺമെന്റ് പൈസ ഇല്ല എന്നുള്ള വേറെ കാര്യം. എന്നാൽ പോലും അവർ കൃത്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബഡ്ജറ്റിന്റെ ഒരു ആവശ്യകത ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? അതുപോലെ എന്ത് വാല്യൂ ഉള്ള ബിസിനസ്സിനാണ് ഈ ബഡ്ജറ്റ് എന്നുള്ളത് നിർബന്ധം? അതായത് ഒരു സെറ്റ് ഓഫ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയോ? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ ബിസിനസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. പല ആൾക്കാരും, ഞാൻ എൻ്റെ ഒരു റീസൺ പറയാൻ കാരണം, പല ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവില്ല. അവർക്ക് വരുന്നെല്ലാം ഫയൽ ചെയ്യാന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ ഏത് സെക്ടർ ആയിക്കോട്ടെ, എന്തൊക്കെയാണ് ഈ ഒരു മേഖലയിൽ ഏകദേശം 20 വർഷത്തോളം പരിചയമുള്ള വർഗീസിന് അവരോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വന്ന ഏതാണ്ട് ഓണ്ടർപ്രണേഴ്സ് വിചാരിച്ചിരിക്കുന്നത് ഇത് കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഉള്ള വലിയ കമ്പനികൾ ഇവര് മാത്രമാണ് ഈ ബഡ്ജറ്റ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊന്നും ചെയ്യാൻ സാധാരണക്കാരല്ലേ, എനിക്ക് വരവുക ചെലവുക എന്നുള്ള രീതിയിലാണ്. അത് വളരെ തെറ്റായ ഒരു വിശ്വാസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ, വളരെ താഴെ കിടക്കുന്ന ഒരേ ഒരു കട മാത്രമേ ഉള്ളൂ, ആ കടയിൽ ജസ്റ്റ് വിറ്റ് വരുന്ന കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ഓക്കെ ഫൈൻ, അതിന് വിട്ടേക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ മുതലാളി തന്നെയാക്കി ഇൻവോൾവ്, മുതലാളി തന്നെ എടുത്തു കൊടുക്കലും അങ്ങനത്തെ ലെവലിലാണെങ്കിൽ തീർച്ചയായിട്ടും അതായത് ഞാൻ പറഞ്ഞത് പലർക്കും അങ്ങനത്തെ ഒരു ലെവലിൽ അത് നമുക്ക് ഒഴിവാക്കാം. നേരെ മറിച്ച് നമ്മളൊരു മിഡ് സൈസിലോട്ട് കയറി കഴിഞ്ഞാൽ, ഒരു MSME സെഗ്മെന്റിലോട്ട് തന്നെ കയറി തുടങ്ങി കഴിഞ്ഞാൽ, അത് സർവീസ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ചെറിയ തോതിൽ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, റീറ്റെയിൽ ആയിക്കോട്ടെ, വാട്ടോ, നമ്മൾ ഇത്രയും ആൾക്കാരെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത്രയും ആൾക്കാരെ എൻഗേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഒരു സ്ഥാപനത്തിനും ബഡ്ജറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല, മാറി നിൽക്കാൻ പാടില്ല. പാടില്ലെന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു 3 ഘട്ടമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർച്ചിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ജനുവരി ആകുമ്പോഴത്തേനും നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലോട്ടുള്ളത് ജനുവരി ആകുമ്പോഴത്തേനും ബഡ്ജറ്റ് ചെയ്ത് സെറ്റ് ചെയ്താലാണ് ഒരു ഡിസ്കഷൻ കഴിഞ്ഞ്, ഒരു ഹെൽത്തി ഡിസ്കഷൻ, ഡിബേറ്റ് എല്ലാം കഴിഞ്ഞ് ഫെബ്രുവരി അവസാനം മാർച്ച് ആകുമ്പോഴത്തേനും ഓക്കെ യു ആർ റെഡി വിത്ത് ദ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ, എന്റെ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴും നമ്മൾ ഓപ്പൺ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞ ബോട്ടം ലൈൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിടാനല്ല, ടോപ്പ് ലൈൻ ഞാൻ ഇതാണ്, ഓരോ സെയിൽസ് ടാർഗറ്റ് ഇത്രയാണ്, ഫിനാൻസ് കൺട്രോൾ ചെയ്യേണ്ട ഏരിയസ്, ചെക്ക് പോയിന്റ്സ് ഇതാണ്. ഇത് കമ്മ്യൂണിക്കേറ്റഡ് ആയില്ലെങ്കിൽ ആ വിഷനിലോട്ട് അത് പോവില്ല. എല്ലാം നമ്മൾ ചെയ്യുന്ന വിഷനാണല്ലോ. അപ്പൊ ഒരു സ്ഥാപനം ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ലോങ് ടേം ഗോൾസ് ഫസ്റ്റ് സെറ്റ് ചെയ്യണം. ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ഇന്ന ഏരിയയിലോട്ട് എത്തണം എന്നുള്ളത്, ഞാൻ എവിടെ എത്തണം, 10 കൊല്ലം കഴിഞ്ഞാൽ കൺസിഡർ ചെയ്തിരിക്കണം. ഈ 10 കൊല്ലത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇയർ ഓൺ ഇയർ ബഡ്ജറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ 10 കൊല്ലത്തെ കാര്യത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇയർ ഓൺ ഇയർ ബഡ്ജറ്റ് ആണ് നമ്മൾ എപ്പോഴും 10 കൊല്ലത്തെ ബഡ്ജറ്റിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. ഇയർ ഓൺ ഇയർ ചെയ്യുമ്പോഴത്തേനും നമ്മള് മാനേജ്മെന്റ് ടോപ്പ് ലൈൻ നിൽക്കുന്ന ആൾക്കാർക്ക് ടേൺ ഓവർ വലിയൊരു ഫാക്ടറാണ്. ആ ഫാക്ടർ ടോപ്പ് ലൈൻ ഫസ്റ്റ് ഡിസൈഡ് ചെയ്ത് വരുമ്പോഴത്തേനും അതിൽ സെയിൽസ് ഹെഡുകൾ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഹെഡുകൾ, വാട്ടവർ. ആ ടീമിന് ടാർഗറ്റ്സ് കൊടുക്കും. നിങ്ങൾ ഇത്രയാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ബിസിനസ് പ്ലാൻ ആക്ച്വലി പ്രസന്റ് ചെയ്യേണ്ടത് അവരാണ് നമുക്ക് തരേണ്ടത്. അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, എത്രയാണ് ചെയ്യാൻ പോണത്, എത്രയാണ് വാല്യൂഡ് ചെയ്യാൻ പോണത്, എത്രയാണ് നമ്മുടെ ടേൺ ഓവർ വരാൻ പോണത്, അത് ഏതൊക്കെ സെഗ്മെന്റിൽ നിന്നാണ് വരാൻ പോണത്, അങ്ങനെ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല പല സെഗ്മെന്റിൽ നിന്നായിരിക്കും നമുക്ക് വരാൻ പോണത്. അപ്പൊ ഹോസ്പിറ്റൽ സെക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഓട്ടോ ഇൻഡസ്ട്രി നയിക്കാം, അങ്ങനെ പലയിടത്ത് സർവീസ് ചെയ്യണവരൊക്കെ ഏതൊക്കെ സെഗ്മെന്റിൽ നിന്ന് എങ്ങനെ, കാരണം ചുമ്മാ ഒരു 10 കോടി ചെയ്തേക്കാം, വരും മോനെ, പല രീതിയിലാണ്. അത് ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ബിസിനസ് പ്ലാനോടുകൂടി അവർ തന്നെ സെയിൽസ് ഹെഡ് അത് തരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ടീമിൽ വേണ്ട ചിലപ്പോൾ സെൻട്രലായിട്ട് നമുക്ക് 2 പേരെ അപ്പോയിന്റ് ചെയ്തിട്ടും, സൗത്ത് സോണിലോട്ട് നമുക്ക് 2 പേരെ അപ്പോയിന്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അതിലോട്ട് വരും. ഇത് വരുമ്പോഴാണ് എനിക്ക് ബഡ്ജറ്റിലോട്ട് അവരുടെ സാലറി, അവരുടെ പാക്കേജ് കാര്യങ്ങളൊക്കെ പ്രൊപ്പോസൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അവരത് പ്രസന്റ് ചെയ്യും മാനേജ്മെന്റിന്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഫിനാൻസ് സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു സെറ്റ് പാറ്റേൺ ഉണ്ട്. എന്റെ ഫിക്സഡ് കോസ്റ്റുകൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാസമായിട്ട്. അപ്പൊ അവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഇയർ ഓൺ ഇയറിൽ നമുക്ക് ഏകദേശം ഇത് ഇത്രയും വരും എന്റെ അഡ്മിൻ കോസ്റ്റുകൾ, അല്ലെങ്കിൽ ബാങ്ക് ഓഡി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്രയും വരാറുണ്ട്. അവർക്ക് നോർമൽ എടുക്കാൻ പറ്റില്ല, അവർക്ക് ബഡ്ജറ്റ് അറിയില്ലല്ലോ, എത്രയാണ് പ്ലാൻ അറിയില്ല. അപ്പൊ അതിലോട്ട് എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഫസ്റ്റ് നോർമൽ എത്രയാണെന്ന് തന്നെ പറയണം. അതിനനുസരിച്ചിട്ട്
മറ്റേ ടോപ്പ് ലൈൻ തന്നെ ആൾക്കാർ അപ്പൊ ഇവർക്ക് എത്ര HR അഡീഷണൽ വന്നു, അപ്പൊ എത്ര ഇൻവെസ്റ്റ്മെന്റ് അഡീഷണൽ വന്നു, നമ്മൾ പുതിയൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ട് വല്ലോ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് ടേം ലോൺ എടുക്കേണ്ടി വരും. അപ്പൊ അതിന് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള സ്റ്റാൻഡേർഡിൽ എത്രയൊക്കെ ഇൻകർ ചെയ്യുന്നുണ്ടെന്ന് ഫിനാൻസിന് കൊടുക്കാൻ പറ്റും. ബാക്കി വരുന്ന എസ്കലേഷൻ മുഴുവൻ വരുന്നത് ടോപ്പ് ലൈൻ എങ്ങനെയാണോ ടീം സെറ്റ് ചെയ്യണേ അതിന് ചൂട് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ചെയ്ത് നമ്മളൊരു ഫിഗറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുമല്ല, നമ്മളത് ഡിബേറ്റ് ചെയ്തിട്ട്, അതായത് മാനേജ്മെന്റ് സെയിൽസുകാരനോ അല്ലെങ്കിൽ ഫിനാൻസുകാരനോ ഇരുന്ന് സംസാരിച്ച് ഇത് സെറ്റ് ആക്കണം. ഫസ്റ്റ് ഇത് ക്ലിയർ ആണ്, വിഷൻ ക്ലിയർ ആണ്, ഓക്കെ ഫൈൻ, ഇയർ ഓൺ ഇയർലി ഇത് അച്ചീവബിൾ ആണ്. അച്ചീവബിൾ ആയി കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ അവിടെ നിർത്തി, അവിടെ ആ ഡിസ്കഷൻ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം മന്ത്ലി മീറ്റിങ്ങുകൾ. നമ്മൾ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി കഴിഞ്ഞാൽ വഴി പോയതാണ്. അതായത് സെയിൽസുകാരനും പറയും ഞാൻ അങ്ങോട്ട് ഓടോ ഇങ്ങോട്ട് ഓടോ നിന്ന് ഇരിക്കാൻ സമയത്ത് അങ്ങനെ പറ്റില്ല. നമ്മൾ ഫിക്സഡ് ആയിട്ട് നമ്മൾ ഷെഡ്യൂളിൽ മന്ത്ലി മീറ്റിംഗ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസത്തെ അടുത്ത മാസം 5-ാം തീയതി 10-ാം തീയതി ആകുമ്പോഴത്തേന് കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ടുകൾ എടുത്തിരിക്കണം. നമ്മൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുമ്മാ എക്സസൈസ് ആയിട്ട് മാത്രം കരുതാണ്ട് അതിന്റെ വേരിയൻസ് നമ്മൾ അനലൈസ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ബഡ്ജറ്റിനില്ല. അത് മന്ത് ഓൺ മന്ത് വരുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ ചിലർക്ക് പ്രോജക്ട് ലൈൻസ് ആണെങ്കിൽ അവർക്ക് ബില്ലിംഗ് ചിലപ്പോൾ 3 മാസം കൂടുമ്പോഴേക്കും ആ ബില്ലിംഗ് വരുന്നത്. അപ്പൊ ആ മാസങ്ങൾ കാലിയായിരിക്കും. കാരണം പ്രോജക്റ്റ് ഒക്കെ ആകുമ്പോൾ ബില്ലിംഗ് ചിലപ്പോൾ 3 മാസം കൂടുമ്പോഴാവാം, 4 മാസം കൂടുമ്പോഴാവാം. അവർക്ക് ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ഈ മാനുഫാക്ചറിങ് അങ്ങനെ വരുമ്പോഴത്തേക്കും ചില പ്രോജക്ട് ലൈൻസ് വരുമ്പോഴത്തേക്കും അപ്പൊ ഒരു ടേൺ ഓവർ ചിലപ്പോൾ മാസമായിട്ട് നോക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ആ ക്വാർട്ടറിൽ എത്തുമ്പോഴത്തേക്കും നോക്കാൻ പറ്റുമായിരിക്കും. വട്ട് ഓവർ ബി ദ റീസൺ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അനലൈസിൽ പോകാൻ പറ്റും. പക്ഷെ അനാലിസിസ്, ആ വേരിയൻസ് അനാലിസിസ് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. അത് നമുക്ക് സെറ്റ് പാറ്റേൺ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടാർഗറ്റിലോട്ടാണ് എത്രയും നോക്കി വേണമെങ്കിൽ നോക്കിയിരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കാൻ പറ്റും. മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് ടെക്നിക്കലി ബാലൻസ് ഷീറ്റ് മന്ത്ലി എടുക്കുന്ന പോലെ ഇരിക്കും. മന്ത്ലി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത്. നിർത്തരുത്, നമ്മളവിടെ താഴെ ക്യാഷ് ഫ്ലോയിലോട്ടും പോകണം. അതായത് റിസീവബിൾ മാർക്കറ്റിൽ എത്ര കിടക്കുന്നുണ്ട്, പേയബിൾ മാർക്കറ്റിൽ എത്ര കൊടുക്കാനുണ്ട്, ഇതും കൂടെ എടുത്തു കഴിയുമ്പോഴത്തേനും എന്റെ എന്റെ എല്ലാ നട്ട്ഷെല്ലിൽ കിട്ടുന്ന ഒരു റിപ്പോർട്ടാണത്. അത് എല്ലാ മാസവും നമ്മൾ മാനേജ്മെന്റ് ഇരുന്ന് സംസാരിച്ച് ഡിസ്കഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് വളരെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇന്റേണൽ ഓഡിറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ വരുവാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി പറയുമ്പോൾ അതിന് കൂടുതൽ അതും ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഫിനാൻസ് റിലേറ്റഡ് ആണല്ലോ. ഒതന്റിക് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഡിഫർ ചെയ്യാൻ പറ്റില്ല, അവർക്ക് മനസ്സിലാവാൻ പറ്റും. അവർ വേറൊരു ഒബ്ജക്ഷനോട് കൂടി കാണില്ല. അത് മറ്റേന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് എപ്പോഴും നേരെ മറിച്ച് അവരായിട്ട് സെറ്റ് ചെയ്ത ഗോള് അതിന്റെ കൂടുതൽ നമുക്ക് ഇത്രയും കൂടെ പുഷ് ഉണ്ടോ ഡിബേറ്റ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ഗോള് ഇത് കഴിഞ്ഞിട്ട് അതിന്റെ വേരിയൻസ് അനലൈസ് ചെയ്യുമ്പോഴത്തേനും പിന്നെ അതിന് പ്രത്യേകിച്ച് പ്ലസ് മൈനസ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് 5 to 10% ആണ് പൊതുവെ നമ്മൾ വേരിയൻസിൽ അക്സെപ്റ്റ് ആവുന്നത്. അതെ, അതിനപ്പുറം നമ്മൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ ഒരു MIS റിപ്പോർട്ടിംഗ് നമ്മൾ മാസം ചെയ്തു പോയി കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത ബെനിഫിറ്റ് ആണ് ഒരു കമ്പനിക്ക് കിട്ടുന്നത്. അത് പ്രൈവറ്റ് ലിമിറ്റഡ് ഒന്നും വേണ്ടട്ടോ. ഞാൻ പറയുന്ന വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മിഡ് സൈസ്ഡ് ഓർഗനൈസേഷനും ചെയ്യാവുന്ന കാര്യമാണ് ബഡ്ജറ്റ്. സിമ്പിൾ ഫോർമാറ്റ്സ് മതി. നമ്മളിപ്രാവശ്യം അതൊരു വാല്യൂഡീഷൻ ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ കുറച്ച് ആൾക്കാർക്ക് വേണമെന്ന് കുറച്ചൊരു വിഷനോടുകൂടി ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് പേർക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ബിസിനസ് പ്ലാൻ ഒരു ഫോർമാറ്റും ഈ ബഡ്ജറ്റിംഗിന്റെ ഒരു ഫോർമാറ്റും അവർക്ക് അതിൽ ഫില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫെബ്രുവരി അവസാനം വരും നിങ്ങളുടെ ഓർഗനൈസേഷനിലോട്ട്, എന്നിട്ട് നിങ്ങളായിട്ട് തല്ലു പിടിക്കാൻ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവര് പോസിറ്റീവ് സ്പിരിറ്റിൽ എടുത്തേക്കണം. കാരണം വെച്ചാൽ ഒരാൾ ബെറ്റ് ചെയ്യാനുണ്ട്. അവർ ഈ 10 കോടി നിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കൗണ്ടർ ആയിരിക്കും 10 കോടി ശരി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ 10 കോടി നിങ്ങൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് റൂട്ട് എന്ന് പറഞ്ഞതെന്ന് പറയും. അപ്പൊ അവർ ചിലപ്പോൾ പുതിയ പ്രോഡക്റ്റ് ലൈൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പത്തെ തന്നെ 3-4 പ്രോജക്റ്റ് സാർ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഓർഡർ ബുക്ക് ഉണ്ട്. അതെ, ചിലപ്പോൾ അവര് മറ്റേ ഇപ്പൊ ഇത്ര നാളും മറ്റേ വലിയ ഇതിലൂടെ ഇപ്പൊ റീറ്റെയിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്നുണ്ടാവും. അപ്പൊ പല ഫാക്ടേഴ്സ് ആവാം. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഞാൻ ഇത്രയും നാളും ചെയ്ത പ്രോജക്റ്റ് മറ്റേ ബിൽഡേഴ്സിന്റെ ആയിരുന്നു, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന റെസിഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് സാറേ എനിക്ക് മാർജിൻ കൂടുതൽ കിട്ടും. ഓക്കെ ഫൈൻ, ആയിക്കോട്ടെ, ജസ്റ്റിഫൈഡ് ആയാൽ കിട്ടിയാൽ മതി. അപ്പൊ ചിലർക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻവോൾവ് ആയിരിക്കും. എനിക്ക് മെഷീനറി വേണം സാറേ, ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അത് ജസ്റ്റിഫൈഡ് ആവണം. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മാർക്കറ്റ് ഉണ്ട്. അല്ല നേരെ മറിച്ച് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് മേടിക്കേണ്ട കേസ് ഉണ്ടെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്ത് മേടിച്ചാൽ മതി, എന്റെ വൈറ്റ് ലേബലിംഗ് ചെയ്താൽ മതിയല്ലോ, അതായിരിക്കും ലാഭം. ആ ഒരു വ്യത്യാസം അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൗണ്ടർ ചെയ്യിക്കുമ്പോഴത്തേനും ഒരു ആൻസർ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ആ ഡിസ്കഷൻ ഫ്രൂട്ട്ഫുൾ ആവും. ഫ്രൂട്ട്ഫുൾ ആയ ഡിസ്കഷനെ അൾട്ടിമേറ്റ്ലി നല്ല റിസൾട്ടേ കൊണ്ടുവരുള്ളൂ. അത് പക്ഷെ ആ ഒരു പേഷ്യൻസ് ഉണ്ടാവണം, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. മുതലാളിക്കും അതെ, തൊഴിലാളിക്കും അതെ. മാനേജ്മെന്റിന് ആദ്യം ഉണ്ടാവണം, പിന്നെ തൊഴിലാളി ചിലപ്പോൾ റിജക്ട് ചെയ്യും. അതിനെ അവർ രണ്ടുപേരും ചേർന്ന് പുഷ് ചെയ്യുമ്പോൾ ലൈൻ ചെയ്ത് വരാൻ പറ്റും.
അതുകൊണ്ട് ഒരിക്കലും നമുക്കത് വളരെ ഉപകാരമായ ഒരു കാര്യം. ടാസ്ക് ആണ്. അപ്പൊ ഒരു നല്ലൊരു ബഡ്ജറ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഫേമിന്റെ നമ്മൾ ഫൈനൽ ആകുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് നോക്കി നമുക്ക് അറിയാൻ പറ്റും അറിയാം. എങ്ങനെയാണ് പോകാൻ പോകുന്നത്. മാത്രമല്ല ഉറപ്പായിട്ടും അതിനൊരു പോസിറ്റീവ് സൈഡ് തന്നെയായിരിക്കും, ഒരിക്കലും നെഗറ്റീവ് പോസിറ്റീവേ സൈഡ് ആയിരിക്കുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടേക്ക് നമുക്ക് കറക്ഷൻസ് കൊണ്ടുവരേണ്ടി വരുന്നോ അത് അത് അത്രയും ഇമ്മീഡിയറ്റ് ആക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. മറ്റേ ഒരു കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞായിരിക്കും കാത്തിരുന്നിട്ട് നമ്മൾ അന്ന് നടന്നില്ല. അതിപ്പോ നമ്മൾ ഇവിടെ വരെത്തി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ഫേമിന് ബഡ്ജറ്റിംഗ് എടുത്ത് ഉണ്ട്. അതെ. ഞാനും പാർട്ണറും എല്ലാ ജനുവരിയിലും ഇരിക്കും. എന്തായിരിക്കണം നമ്മുടെ അടുത്ത കൊല്ലത്തേക്കുള്ള കാര്യങ്ങൾ, എത്ര ആൾക്കാർ കൂടുതൽ റിക്രൂട്ട് ചെയ്യാനുണ്ട്, ഐ ടിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എത്ര വേണം, സോഫ്റ്റ്വെയറുകൾ എന്ത് വേണം, നമ്മുടെ ടോപ്പ് ലൈൻ എന്ത് വേണം, മറ്റേ എക്സ്പെൻഡിച്ചർ എല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു അതുണ്ടായിട്ടല്ല. എന്നാ പോലും ഇവൻ പ്രൊഡക്റ്റ് ഇല്ല, എന്നിട്ട് പോലും സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു പ്രൊഡക്ഷനൊക്കെ ഉള്ളവരൊക്കെ എന്തായിരിക്കണം ഈ ഒരു പ്രശ്നം ഞങ്ങളും കച്ചവടക്കാർ തന്നെയാണ്. പ്രൊഫഷൻ ആണെങ്കിലും സർവീസ് ആകുമ്പോൾ കച്ചവടം. അപ്പൊ എന്റെ മനസ്സിന് ടാർഗറ്റ് നിങ്ങൾക്ക് ഒരു ചെലവ് ഉണ്ടല്ലോ, ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെലവുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ മീറ്റ് ചെയ്യണം. ഒരു കാര്യത്തിൽ ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഫ്യൂച്ചർ പ്ലാൻ വരുന്നു, പുതിയ ബ്രാഞ്ചസ് വരുന്നു. ഓരോ സ്ഥലത്തും ഇവിടെ ശരിയായുള്ള ഒരാൾക്ക് മാത്രമല്ല അടുത്ത സ്ഥലത്തേക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചിലത് നമുക്കിപ്പോ ലോൺ എടുക്കേണ്ടതാണെങ്കിൽ ലോൺ ഞാൻ ഇപ്പൊ ചിലർ പറയുമ്പോൾ ലോൺ നമ്മൾ ലോൺ അങ്ങനെ വലിയ കുറ്റകാരനായ സാധനമല്ല. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ല ലോൺ വലിയൊരു നമ്മളെ കടിച്ചു കയറാൻ പറ്റുന്ന സാധനമല്ല. നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞുള്ളത്. ലോൺ ആവശ്യമാണ് നമ്മുടെ എക്സ്പാൻഷൻ എങ്കിൽ ലോൺ കൺസിഡർ തന്നെ ചെയ്യണം. ഗ്രോത്ത് ഉണ്ടാവും, ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ റിസോഴ്സസ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. നമുക്കൊരു ഓൺ ഫണ്ടിട്ട് കാര്യമില്ല. നമ്മളിപ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ട്. പണ്ട് പോലും ഫാദർ പറഞ്ഞേക്കണ ലോൺ എടുത്തുള്ള കച്ചവടം ചെയ്യാം, തെറ്റില്ലാത്ത കാര്യമാണ്, നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ ഗ്രോത്ത് അവിടെ നിൽക്കും, ലിമിറ്റഡ് ആയി പോകും. അപ്പൊ നമുക്ക് വളരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ റിക്വയർമെന്റ് ഉണ്ട്. നേരെ മറിച്ച് അത് റിസീവബിള് പിടിക്കാണ്ട് ലോൺ എടുത്ത് കൂട്ടിയിട്ട് കാര്യമില്ല. റിസീവബിള് പിടിക്കേണ്ടതാണ്. മാക്സിമം മാർക്കറ്റിൽ കളക്ഷൻ നടത്തിയിട്ടേ ലോണിനോട് ചിന്തിക്കാൻ പാടുള്ളൂ. അതെ, നമ്മുടെ ബാഡ് ഡെപ്റ്റ്സ് കവർ ചെയ്യാൻ വേണ്ടിട്ട് ലോൺ എടുത്തുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. അതിനൊരു ഐഡിയോളജി വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിളിയാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു പരിചയത്തിലുള്ള ചിട്ടിക്കാരൻ പുള്ളി പറഞ്ഞ ചിട്ടി ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ്. തീർച്ചയായിട്ടും ചിട്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഞാൻ തെറ്റ് പറയില്ല. കാരണം നമുക്കൊരു നീക്കുവരവ് ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാവുന്ന ഒരു സേവിംഗ് ആണ് ചിട്ടി എന്ന് പറയുന്നത്. അപ്പൊ ചിട്ടി ഈസ് ഓൾസോ ഇൻ എ വേ നമുക്ക് ഒരു എമൗണ്ട് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റി വെക്കാൻ ഉണ്ടാവണം. പലപ്പോഴും വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവില്ല, മൈനസ് ആയിട്ട് വന്നു. അപ്പൊ ഇതൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റേ, നമ്മളത് എങ്ങനെയെങ്കിലും നമ്മുടെ പോസിറ്റീവ് ആക്കാൻ നോക്കും. ദൈവം ഇത് കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ ബാക്കപ്പ് മൈൻഡ് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഈ മാസത്തിൽ ഇത്ര എത്തിയില്ലെങ്കിൽ ഇതെല്ലാം താളം തെറ്റും. ഈ ഇത്ര എത്തിയില്ലെങ്കിൽ താളം തെറ്റും എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായാൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ആയ സ്ഥാനത്തിലേക്ക് ഇഫക്റ്റീവ്നെസ് തന്നെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത് ഒരു പേപ്പർ കഷ്ടത്തിൽ തീരും. അല്ലെങ്കിൽ ഒരു പ്രസന്റേഷനിൽ അന്നത്തെ ദിവസം ചായയും ബിസ്ക്കറ്റും കുടിച്ചിട്ട് പോകുന്ന ഒരു കാര്യമായിട്ട് പോലും കുറച്ച് കച്ചവട്ടിയും കൂടെ തീരുന്നില്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഞാൻ ഓപ്പറേറ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ റെലവൻസ് അത്രമാത്രം ഉണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് മനസ്സിലായത് ഏത് സൈസ് ഫേം ആണെങ്കിലും നമുക്ക് ഒരു ബഡ്ജറ്റിംഗ് ആവശ്യമാണ്. ആ ബഡ്ജറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗ്രോത്ത് ഫാക്ടർ ഓരോ വർഷം കാണാനും നമ്മുടെ തെറ്റുകൾ അഡ്വാൻസ് ആയിട്ട് തിരുത്താനുള്ള ഒരു അവസരം കിട്ടുന്നതാണ് ബഡ്ജറ്റിംഗ്. അഡ്വാൻസ് നമ്മൾ വാക്കുമ്പോൾ ഈവൻ ഞാൻ പറയാം, അഡ്വാൻസ് ടാക്സ് പോലും പ്ലാൻ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഈസി മെത്തേഡാണ് ഈ ബഡ്ജറ്റിംഗ് ചെയ്ത് ഈ മന്ത് വൈസ് നമ്മൾ വേരിയൻസ് എടുത്ത് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. അഡ്വാൻസ് ടാക്സ്, GST എല്ലാ പല പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും കവർ അപ്പ് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇത് ചെറിയ ചെറിയ പക്ഷെ ഇതെല്ലാം പ്രാബല്യത്തിൽ വരുത്തി കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസമാണ് ഓണ്ടർപ്രണേഴ്സിന് വരുന്നത്. പക്ഷെ അവരത്ര അതിന് സീരിയസ്ലി കാരണം ചിലപ്പോൾ സാഹചര്യങ്ങൾ അയക്കാൻ ഈ പറഞ്ഞ പറഞ്ഞാണ് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ഓടിക്കുന്ന ഇതിനു വേണ്ടി ഒന്നും സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു ഗ്രോത്ത് ഉദ്ദേശിക്കുന്ന ആൾക്കാരും നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും ഇത് ശ്രദ്ധിച്ചിട്ട് സ്റ്റെപ്പ് എടുക്കുള്ളൂ. കാരണം ഇത് നമ്മുടെ വിഷന്റെ കൂടെ പോകുന്ന സാധനമാണ് ഇതൊക്കെ. ഞാൻ എന്റെ സ്ഥാപനം എവിടെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇത്രയും നാൾ കഴിയുമ്പോൾ എന്നുള്ള വലിയൊരു ഫാക്ടർ ഇതിന്റെ മുമ്പിലുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോഴേ ഇതിന്റെയൊക്കെ റെലവൻസ് അവർക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ സാധാരണ പോണ പോലെ തന്നെ എല്ലാ ദിവസവും ഓട്ടപ്പാച്ചിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതിന് വ്യത്യാസപ്പെട്ട് ചെയ്യണം നമ്മൾ. അപ്പൊ താങ്ക് യു, നല്ലൊരു ആൻസറും തന്നെ പ്രത്യേകം നന്ദി. താങ്ക് യു.